ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടെക്നിക് മലയാളം. ഇന്ന് നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു വിവോൻ്റെ ഡിവൈസാണ്. ഒരു മിഡ് റേഞ്ച് ഡിവൈസാണ്. വിവോ വൈ സീരീസിലെ വിവോ Y200E എന്ന് പറഞ്ഞ ഡിവൈസാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്ക് പാനൽ ഡിസൈനാണ്. സ്പിൽ റെസിസ്റ്റൻറ്റ്, അതേപോലെ തന്നെ സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ഒരു ലെതർ കൈൻഡ് ഓഫ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിനൊപ്പം തന്നെ ഈ ഡിവൈസിൻ്റെ വളരെ ക്യുക്കായ ഒരു അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഡിവൈസിൻ്റെ വില പ്രോബ്ലി ഒരു 20,000 to 25,000 ഉള്ളിലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എനിവേസ് എനിക്ക് അതിന് പ്രൈസിങ് അറിയില്ല. അപ്പോൾ ജസ്റ്റ് ഒരു വൈൽഡ് ഗസ്റ്റ് ആണ്. ഈ പ്രൈസ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ചില റിപ്പോർട്ട്സുകൾ പറയുന്നത് 20,000 രൂപയ്ക്ക് താഴെ ആയിരിക്കും എന്ന് തോന്നുന്നു. പക്ഷേ അൺബോക്സിങ്ങിൻ്റെ സമയത്ത് നമുക്ക് പ്രൈസിങ് അറിയില്ല. അതുകൊണ്ട് തന്നെ ഇത് വ്യക്തമായി പറയാൻ പറ്റില്ല. എന്നാലും ഞാൻ ടൈറ്റിലോ അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം പ്രൈസ് അനൗൺസ് ചെയ്യുമ്പോൾ. അപ്പോൾ വിവോ Y200E 5Gൻ്റെ ഒരു അൺബോക്സിങ്ങും ഹാൻഡ്സ് ഓൺ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴത്തെയും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വിവോ Y200E ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് അതിൻ്റെ വിശേഷങ്ങൾ പറയാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. വിവോ Y200E 5G എഴുതി കാണാം. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, 2 കളറാണുള്ളത്. ഇത് ബ്ലാക്ക് ഡയമണ്ടും സാഫ്രൺ ഡിലൈറ്റ് എന്ന് പറഞ്ഞ കളേഴ്സാണുള്ളത്. സാഫ്രൺ ഡിലൈറ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ബോക്സിൻ്റെ സൈഡിൽ ബാക്കി 120 Hz AMOLED ഡിസ്പ്ലേ, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, സ്നാപ്ഡ്രാഗൺ 5G പ്ലാറ്റ്ഫോം, 5000 mAh ബാറ്ററി, 44 watt ഫ്ലാഷ് ചാർജിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ കാര്യങ്ങൾ. പിന്നെ സാർ വാല്യൂ, ഹെഡ് സാറ് 0.998, ബോഡി സാറ് 0.989 ആണ് വരുന്നത്. പിന്നെ എല്ലാ 5G ബാൻഡ്സും സപ്പോർട്ടഡ് ആണ്. അപ്പം ഇതാണ് ഡിവൈസിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നത്. 8GB റാമും 120GB സ്റ്റോറേജുമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ബോക്സ് ഒന്ന് തുറക്കാം. അപ്പോൾ ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണുന്ന ഡിവൈസാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതാണ് ആ സാഫ്രൺ കളർ. പിന്നെ വരുന്നത് ഒരു ചാർജിങ് കേസാണ്, ഒരു TPU കേസാണ്. പിന്നെ നമുക്ക് മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷനാണ്, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, വാറൻറ്റി ഇൻഫർമേഷനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കൊരു 44 watt വിവോ അഡാപ്റ്റർ ആണ് ഇതുണ്ടല്ലേ, വിവോ ഫ്ലാഷ് ചാർജ് 44 watt ആണ് വരുന്നത്. പിന്നെ USB Type-C ചാർജിങ് പോർട്ടാണ്. പിന്നെ ഒരു സിം ഇജക്ടർ പിന്നുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഈ ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. ഈ സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിവൈസ് നമുക്കൊന്ന് പുറത്തേക്ക് എടുക്കാം. ആണല്ലേ, ഇതാണ് സാഫ്രൺ ഡിലൈറ്റ് എന്ന് പറയുന്ന കളർ. അപ്പോൾ ഇതൊരു പാറ്റേൺ ഉണ്ടല്ലേ, നല്ല സ്റ്റൈലിഷ് ലുക്കിംഗ് പാറ്റേൺ ആണെന്ന് പറയാം. ഇത് വേഗൻ ലെതറാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു കോപ്പർ കൈൻഡ് ഓഫ് ഫിനിഷാണ് ഇതിനോട് മാച്ചിങ് ആയത്. നല്ല സ്റ്റൈലിഷ് ലുക്കിംഗ് ആട്ടോ. കുറച്ച് ഷാർപ്പ് എഡ്ജാണ്, എന്നാലും നല്ല സ്റ്റൈലിഷ് ലുക്കിംഗ് ആണ്. ഈ ക്യാമറ യൂണിറ്റ് നല്ല രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. LED ഫ്ലാഷും കാണാം. ഇത് ആക്ച്വലി ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്. 50 MP + 2 MP ഡ്യുവൽ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 16 MP സെൽഫി ക്യാമറയാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ക്യാമറ ആസ്പെക്റ്റ് പറയുക. പിന്നെ താഴത്ത് നമുക്ക് USB Type-C പോർട്ട്, സ്പീക്കർ യൂണിറ്റ്, സിം ട്രേയാണ്, SD കാർഡ് സപ്പോർട്ടഡ് ആണ്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് 16 MP ക്യാമറയാണ്. റൈറ്റ് സൈഡിൽ പവർ ആൻഡ് വോളിയം കീസാണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് വളരെ നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് ആണ്. ഇതെന്താ വെച്ചാൽ സ്റ്റെയിൻ റെസിസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ കോഫിയോ അല്ല വെള്ളമൊക്കെ വീണ് പോയാലും ഒന്നും ആവത്തില്ല. അതേപോലെ തന്നെ സ്ക്രാച്ച് റെസിസ്റ്റൻ്റുമാണ്. വെഗൻ ലെതർ ആയതുകൊണ്ട് തന്നെ ഒരു നല്ല സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിവൈസ് നമുക്ക് ഡെഫിനറ്റ്ലി പറയാം. നല്ല ഫിനിഷാണ്. അപ്പോൾ ഒരു എന്താ പറയുക, ഗുഡ് ലുക്കിംഗ് ഡിവൈസ് എന്നൊക്കെ നമ്മൾ പറയണ ഒരു ഡിവൈസാണ് ഇത്. കാരണം വളരെ സ്റ്റൈലിഷ് ലുക്കിംഗ് ആണ്. പ്രത്യേകിച്ച് സാഫ്രൺ ഡിലൈറ്റ് എന്ന് പറഞ്ഞ കളർ വേഗൻ ലെതറാണ്. അപ്പോൾ ആ ഒരു പ്രീമിയംനെസ് നമുക്ക് കാണുന്നുണ്ട്. പിന്നെ ഈ സൈഡ്സിലെ കളേഴ്സും വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഡിസൈൻ ആൻഡ് ലുക്സിൽ വളരെ മികച്ചതായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഫ്രണ്ട് പാനൽ ഡിസൈൻ എടുത്തു കഴിഞ്ഞാലും നമുക്ക് പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ്. ഒരു AMOLED ഡിസ്പ്ലേ ആണ്. 120 Hz AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ സെറ്റിങ്സിലേക്ക് പോകാം. ഡിസ്പ്ലേ ബ്രൈറ്റ്നസ്, ഹൈ റിഫ്രഷ് റേറ്റ് കണ്ടില്ലേ, ഞാൻ 120 Hz ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റിഫ്രഷ് റേറ്റ് കൊണ്ട് നല്ല ഹൈ റിഫ്രഷ് റേറ്റ് ഉണ്ടാവുന്നത് തന്നെ നല്ലതാണ്. പിന്നെ AMOLED ഡിസ്പ്ലേ ആണ്. പിന്നെ അപ് ടു 1500 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ്സും ഉണ്ട്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ എന്ന് പറയുക. ടച്ച് റെസ്പോൺസ് ആണ് വളരെ മികച്ചതാണ്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ കുഴപ്പമില്ലാത്തൊരു ഡിസ്പ്ലേ. ഫുൾ HD റെസൊല്യൂഷനാണ് വരുന്നത് ഇതിനകത്ത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. പിന്നെ E4 AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 394 pixels/inch, 100% DCI കളർ ഗ്യാമറ്റാണ്. 1800 nits ആണ് പീക്ക് ബ്രൈറ്റ്നസ്. 1500 അല്ല, 1800 nits ആണ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേ വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. നല്ലൊരു ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേ എന്നുള്ള ഇതിൽ ഒരു സംശയമില്ല. അപ്പോൾ ക്വാളിറ്റി ഡിസ്പ്ലേ എന്ന് പറയാം. ഇനി സോഫ്റ്റ്വെയറിലേക്ക് പോകുമ്പോൾ നമുക്കിവിടെ ഫൺ ടച്ച് OS ആണ് വരുന്നത്. നമുക്കറിയാമല്ലോ വിവോൻ്റെ ഡിവൈസിലെല്ലാം വരുന്നത് ഫൺ ടച്ച് OS ആണ്. ഇവിടെ അതൊക്കെ അത് തന്നെയാണ് വരുന്നത്. ഫൺ ടച്ച് OS 14 Android 14 ഔട്ട് ഓഫ് ദ ബോക്സ് ആണ് വരുന്നത്. 8GB റാമും 120GB സ്റ്റോറേജുമാണ്. ഈ സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിനൊപ്പം തന്നെ സ്നാപ്ഡ്രാഗൺ 4 Gen 2 മൊബൈൽ പ്ലാറ്റ്ഫോമാണ് വരുന്നത്. അപ്പോൾ ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ സ്നാപ്ഡ്രാഗൺ 4 Gen 2 എന്ന് പറഞ്ഞാൽ പ്രോബ്ലി അത്രയ്ക്കൊരു മികച്ച
മികച്ച പ്രോസസ്സർ അല്ല ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ വേണ്ടത്. ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ നമുക്ക് സ്നാപ്ഡ്രാഗൺ 7S Gen 2 എന്താ പറയുക സ്നാപ്ഡ്രാഗൺ 695 ഒക്കെ വന്ന ആ ഒരു സെഗ്മെൻറ്റാണിത്. ആ സെഗ്മെൻറ്റിൽ സ്നാപ്ഡ്രാഗൺ 4 സീരീസ് 4 Gen 2 കുഴപ്പമില്ലാത്തൊരു പ്രോസസ്സർ ആട്ടോ, കംപ്ലൈൻ്റ് ഒന്നും പറയുന്നില്ല. പക്ഷേ ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ കുറച്ച് കൂടെ ബെറ്റർ ചിപ്പ് തരാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ വില അറിയില്ല, അതുകൊണ്ട് എനിക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റില്ല ഇത് നല്ലതാണോ മോശമാണോ എന്നുള്ളത്. എന്നാലും എൻ്റെ ഒരു ഊഹം ശരിയാണ്, ഇതൊരു 20,000 എബവ് വരുന്ന ഡിവൈസാണ്. അപ്പോൾ ആ പ്രൈസ് സെഗ്മെൻറ്റിൽ സ്നാപ്ഡ്രാഗൺ 4 Gen 2 അത്രയ്ക്ക് ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ചിപ്പല്ല. എന്നാലും എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. LPDDR4X റാമും UFS 2.2 സ്റ്റോറേജാണ് വരുന്നത്, 8 GB റാമാണ് വരുന്നത്. പിന്നെ സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വിവോൻ്റെ എല്ലാ ഡിവൈസിനും കിട്ടുന്ന അതേ എക്സ്പീരിയൻസ് ഒക്കെ തന്നെ കിട്ടുന്നത്. എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. എന്താ ഡിസ്പ്ലേ ഓപ്ഷൻസ്, ഡൈനാമിക് എഫക്ട്സ് എന്നൊക്കെ പറഞ്ഞ എല്ലാ ഓപ്ഷൻസും നമുക്ക് കിട്ടുന്നുണ്ട്. അതിൽ മാറ്റമൊന്നുമില്ല. പിന്നെ Android 14 കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസും ഉണ്ട്, കണ്ടില്ലേ, ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസും ഉണ്ട്. പിന്നെ ബ്ലോട്ട്വെയർസ് അധികമില്ല. ഫോൺ പേ, നെറ്റ്ഫ്ലിക്സ്, കുറച്ച് ആപ്സ് പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. നല്ല ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസും ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം. പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണെന്ന് പറയാം ഡെഫിനറ്റ്ലി. എന്നാലും പെർഫോമൻസിൻ്റെ കാര്യത്തിൽ അഗെയിൻ ഒരു മിഡ് റേഞ്ച് ഡിവൈസിന് കുറച്ചും കൂടെ ഒരു നല്ല പ്രോസസ്സർ കൊടുക്കാമായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഗെയിമൊക്കെ കളിക്കുമ്പോൾ സ്നാപ്ഡ്രാഗൺ 4 Gen 2 അത്രയ്ക്ക് ഒരു പവർഫുൾ അല്ല. പക്ഷേ ഓവറോൾ എനിക്ക് തോന്നുന്നു ഡേ ടു ഡേ ടാസ്കിൽ കുഴപ്പമില്ല. പിന്നെ ഇത് ഡ്യുവൽ 5G സപ്പോർട്ടുണ്ട്, SD കാർഡ് സപ്പോർട്ടുണ്ട്, 120 GB സ്റ്റോറേജും വരുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ നല്ലതാണ്. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും വരുന്നുണ്ട്. അപ്പോൾ അതിലൊന്നും വലിയ കുഴപ്പങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ ഇതിൻ്റെ പ്രോസസ്സർ കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇതിൻ്റെ ക്യാമറയിലോട്ട് പോകാം. ഇതിൽ 50+2 മെഗാപിക്സൽ ഡ്യുവൽ ക്യാമറയാണ് വരുന്നത്. f1.8 അപ്പേച്ചറാണ് വരുന്നത്. സെൽഫി ക്യാമറ ഒരു പഞ്ച് ഹോൾ 16 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഡിവൈസിൻ്റെ ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ. ഇനി ക്യാമറ UI നമുക്ക് നോക്കാം. ക്യാമറ UI നോക്കുകയാണെങ്കിൽ ഫോട്ടോ മോഡ്, വീഡിയോ റെക്കോർഡിംഗ് മോഡ്. വീഡിയോ റെക്കോർഡിംഗിൽ എഗെയിൻ 1080p റെസൊല്യൂഷൻ മാത്രമേ സപ്പോർട്ടുള്ളൂ. അതാണ് വേറൊരു പ്രോബ്ലം. ഈ സ്നാപ്ഡ്രാഗൺ 4 Gen 2 കൊടുക്കുമ്പോഴുള്ള പ്രോബ്ലം എന്താ വെച്ചാൽ അതിനകത്ത് 4K ഒന്നും സപ്പോർട്ടില്ല. ഈവൻ 60 FPS പോലും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ 30 FPS മാത്രമേ ഉള്ളൂ. പിന്നെ സ്റ്റെബിലൈസേഷൻ ഉണ്ട്, വീഡിയോ റെക്കോർഡിംഗ് അതുണ്ടല്ലോ, ഇവിടെ അഡീഷണൽ ഓപ്ഷൻസ് ഒക്കെ കാണാം. പോർട്രേറ്റ് മോഡ്, നൈറ്റ് മോഡും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടിയാണ്. ഇതെല്ലാം വിവോ Y200 എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. കുഴപ്പമില്ലാത്ത ഒരു ഡീസൻറ്റ് എക്സ്പീരിയൻസ് നമുക്ക് പറയാം. 50 മെഗാപിക്സൽ അൾട്രാ വൈഡും മാക്രോ ഒന്നുമില്ല, പ്രൈമറി മാത്രമേ ഉള്ളൂ. 16 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ബാറ്ററിൻ്റെ കാര്യം വരുമ്പോൾ 5000 mAh ബാറ്ററി, അതൊരു സ്റ്റാൻഡേർഡ് കപ്പാസിറ്റി. നമുക്കറിയാലോ 5000 mAh സ്റ്റാൻഡേർഡ് കപ്പാസിറ്റിയാണ്. അതിനൊപ്പം തന്നെ 44 വാട്ട് ചാർജിങ് വരുന്നുണ്ട്. അപ്പോൾ പ്രോബ്ലം എനിക്ക് തോന്നുന്നു 1 മണിക്കൂറിനകത്ത് ചാർജ് ചെയ്തെടുക്കേണ്ടതാണ്. നമ്മൾ ചാർജിങ് ടെസ്റ്റ് ചെയ്തിട്ടില്ല, എന്നാലും അത്യാവശ്യം ഡീസൻറ്റ് ചാർജിങ് സ്പീഡാണെന്ന് ഡെഫിനറ്റ്ലി പറയാം. 5000 mAh സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസസ്സർ ആയതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ബാറ്ററി ലൈഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കുറേ കൂടെ ഒപ്റ്റിമൈസ് ചിപ്പാണ്. നമ്മളിതിനകത്ത് വേറെ ഡിവൈസസിൽ കണ്ടതാണ് സ്നാപ്ഡ്രാഗൺ 4 Gen 2. അപ്പോൾ ഒപ്റ്റിമൈസ് ചിപ്പായതുകൊണ്ട് തന്നെ നല്ലൊരു ബാറ്ററി ലൈഫ് നമുക്ക് ഇന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു വിവോ Y200 ഒരു ക്വിക്ക് അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. അപ്പോൾ ഈ ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം. നിങ്ങൾക്ക് എന്താണ് ഈ ഡിവൈസിനെ കുറിച്ച് തോന്നുന്നത്, ഇതിൻ്റെ നല്ലതും എന്താ പറയുക മോശമായ കാര്യങ്ങളെല്ലാം തന്നെ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരിക്കലും കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.